പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3ഓളം തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 10-12 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതിരിക്കാൻ നമുക്ക് കൂടെ ഇളക്കി കൊടുക്കേണ്ടി വരും. ഇനി ഒരു 20ഓളം വറ്റൽമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് വാളംപുളിയാണ്. അപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ചെറുതായിട്ട് കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വാളംപുളിയൊക്കെ നിങ്ങളുടെ പുളിയുടെ ഇതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു പിടി കറിവേപ്പിലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും കൂടി നമുക്ക് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കൂടെ തന്നെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ വേഗം അത് അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കൂടെ ഞാൻ ഇളക്കി കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് വറുത്ത ചെമ്മീൻ ഉണ്ടെങ്കിൽ അതും കൂടി പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ തന്നെ ചേർക്കണമെന്നൊന്നുമില്ല. നമ്മളിത് പൊടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ചെമ്മീൻ ഉള്ളിപ്പോൾ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തിപ്പൊടിയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാനൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തിപ്പൊടിയൊക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ചമ്മന്തിപ്പൊടി നമുക്ക് നാളുകളോളം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഉണക്ക ചെമ്മീൻ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒരു പിടിയോളം ഉണക്ക ചെമ്മീൻ എടുത്ത് അതൊന്ന് വറുത്ത് മിക്സിയിലിട്ട് പൊടിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തിപ്പൊടിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു എയർ ടൈറ്റായിട്ടുള്ള പാത്രത്തിലേക്ക് വെച്ച് ഫ്രിഡ്ജിൽ കുറേ നാൾ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.